ഒന്നാ എന്ത് കാണുന്നില്ല. അഞ്ചാ Shoe polish ചെയ്തടാ, shirt iron ചെയ്തടാ. Say hi to the party people. The name is Munir. ഉഴപ്പെല്ലാം മാറ്റേണ്ടേ ഇനി ഞാൻ ഒരു സീരിയസ് ബോയ്. പൊന്നു മക്കളെ നന്നായി ഞാൻ മുനീർ മുനീർ മുനീർ. ഉഴപ്പെല്ലാം മാറ്റേണ്ടേ ഇനി ഞാൻ ഒരു സീരിയസ് ബോയ്. എന്ത് കോലോണ്ടത്? കണ്ണാടി താടാ. സെക്കൻഡ് ഇയർ തുടക്കമല്ലേ, പഠിക്കാമെന്ന് കരുതി. ശവം. എന്റെ സ്പ്രേ, എന്റെ സോപ്പ്. നിന്റെ സ്പ്രേയാ കയ്യിൽ നിന്ന് സമയായി, ക്ലാസ്സിൽ കയറട്ടെ. ഓക്കെ. Note it down. Plus x square minus n square into y equals 0. മോനെ ജബ, ചുമ്മാ പറഞ്ഞതാണെങ്കിൽ ഇന്ന് നിന്റെ പുറത്ത് പെരുന്നാളാണ് സത്യമായിട്ടും. ഹേ മാൻ, ഇതൊരു ക്ലാസ് റൂമാണ്. സൈലൻസ്. പഠിക്കുന്നവർ പഠിച്ചോട്ടെ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. അല്ല വിശ്വ പോട പട്ടി. X dy by dx. Those just tell me, hatta bush crack oikinim bumla, mohinozu. Sta, minu pizza. Why is it going to zero? പറ്റൂല. എന്തിനാണ്ട് അവളൊന്നും എല്ലാരോടും പറഞ്ഞു. ആരാണ് സംസാരിക്കുന്നത്? Hey Sam, get out. Get out of my class. സംസാരിച്ചതിന് ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പൊട്ട Okay, let's continue. X square d square y by ശരിക്കും x വേണ്ടി square വരും. plus എവിടെ വരില്ല? പോടാ. പ്രിൻസി അവള് വേറെ x square minus n square into y. പാടേ ഇവിടെ മുള്ളരുത്. വരുമായിരിക്കൂലേ അവള്? എന്താ വരൂല. Thermodynamics. ഉറപ്പായിട്ടും വേറെ ഏതെങ്കിലും കോളേജിൽ പോയി കാണുന്നില്ലേ? അവള് വരും, ഉറപ്പ. മോളുടെ മോളാ സ്കൂളിൽ പോവാൻ. ഗുഡ് മോർണിംഗ് ആന്റി. ഓ എന്താടാ എന്ത് എന്താണ്? അയ്യോ നല്ല കാര്യം. അവളെത്തി. അവളെത്തിയെന്നാ? എന്താടി നിന്റെ പേര്? ചിന്നു. ഇതെന്ത് പേരാടി? ചിന്നു. ചിഞ്ചു. ചിന്നു നല്ല പേരല്ലേ? എനിക്ക് എന്റെ പേര് ഭയങ്കര ഇഷ്ടാ. അവളെ തടഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി അവന്മാര് ചെയ്ത് അവിടുന്ന് തന്നെ പെട്ടിയും കിടക്കെ എടുത്തോണ്ട് അവള് പോയിക്കോളും. നമ്മൾ ചെയ്യേണ്ട പണി കണ്ടവന്മാര് ചെയ്യണോടാ. അവളിവിടെയുള്ള ഓരോ സെക്കൻഡും നമ്മുടെ ബാച്ചിൽ ഒരാളാ. അവളെ തൊടുന്നത് നമ്മളെ തല്ലുന്നതിന് തുല്യ. ഇവിടുന്ന് അവളെ പുറത്താക്കാനുള്ള കോൺട്രാക്ട് നമുക്കുള്ളതാ. മറ്റാരും അത് ഏറ്റെടുത്ത ആളാവണ്ട. പിള്ളേരെ തൊട്ടല്ല. ഇത്ര ചിരിക്കാൻ ഇവിടെ വല്ല തമാശയും പറഞ്ഞോടി. നിനക്കിപ്പോ കരയുന്ന കാണണോ? കാണണോന്ന്? അയ്യോ സോറി. പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? എന്റെ പൊന്നു മോളെ, 10-40 തരികിട പിള്ളേര് പഠിക്കുന്ന ക്ലാസ്സിലേക്കാ തന്റെ പോക്ക്. കൊച്ചിന് ഇത് വല്ലത് അറിയാവോ? So you understood, right? Don't mess with us. ഞാൻ പൊക്കോട്ടെ. അല്ലളിയ, ഈ പഞ്ചപാണ്ഡവർക്ക് പാഞ്ചാലി എന്ന പോലെ ഇവിടെ നമ്മൾ എന്തുപേരിട്ട് വിളിക്കും? ഇവളൊരുത്തി കൂടെ അവന്മാരും.
കിടന്ന് ചിരിക്കുന്നു. ചേട്ടായിമാരുടെ ലുക്സും സ്റ്റൈലും ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതി കിട്ടിലങ്ങളായിരിക്കുമെന്ന്. പക്ഷേ ദേ കളഞ്ഞില്ലേ. ഏത് ഈ കൂട്ടം കൂടി ഇരുന്ന് കമന്റ് അടിക്കാൻ ആർക്കും പറ്റും. ശരിയല്ലേ? ശരിയല്ലേ? പറഞ്ഞു തീർക്കട്ടെ. നല്ല സ്റ്റൈലായി ഒറ്റയ്ക്ക് വന്നെ റാഗ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കൈ തന്നേനെ. ഇനി ഇതുപോലെ പരിചയപ്പെടാൻ തോന്നുവാണേ നേരത്തെ പറഞ്ഞ ആ ആൺകൂട്ടത്തില് ഈ ചിഹ്നം ഉണ്ടാവും. അപ്പൊ നമുക്ക് കാണാം നല്ല സ്റ്റൈലായിട്ട്. ഹായ്. ഹലോ. ഇതെന്താ മൈൻഡ് ചെയ്യാത്ത? കൂലി എന്നാന്ന് മിണ്ടാതെ പോകുന്നത്? ഞാൻ ചിന്നുവാ. ഹലോ. എന്നെ ആരും ഒന്നും മിണ്ടാത്ത? ഹലോ. ഹായ്. Good morning, sir. Morning. Sit down. ഇതെന്താ ഒരു പാർട്സ് മാത്രം മാറ്റി വെച്ചിരിക്കണേ? ആ ബാവാ, പ്രാർത്ഥനയിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തണേ. ശരി, ബുക്കെടു. കുട്ടി സോറിട്ടാ. Trespassers will be prostituted. നമ്മുടെ ഹായ് ഡിറക്ഷൻ ഓഫ് മെഗറ്റിൻ. എന്താ അജിത്തേത്? ഈ സമയത്താണോ ക്ലാസ്സിൽ കയറി വരണത്? സാർ ഫസ്റ്റ് ഡേ ആയിട്ട് ഗെറ്റ് ഇൻ. പിന്നെ ഫസ്റ്റ് ഡേ കാട്ടുണ്ട്. ഡിറക്ഷൻ ഓഫ് dynamics on. Okay. We'll meet in the next hour. Hey, ഞാൻ ചിന്നു. ഞാൻ മാട അലാജിത്ത്. ഞാനേ ഒന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരാം. നിങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നാ? എങ്ങനെയുണ്ട് കോളേജ് ഫസ്റ്റ് ഡേ? ഒരു കാര്യം പറയട്ടെ സർ, ഒരു രക്ഷയില്ല. കീട്ടു കോളേജ്. ഓക്കെ, ഞാൻ വിളിപ്പിച്ചത് ഇറ്റ്സ് വെരി റെയർ ദാറ്റ് എ ഗേൾ ഓപ്റ്റ്സ് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെയിൻലി ഫിസിക്കൽ ലേബർ. പിന്നെ ലാബ് വർക്ക് മാത്രമല്ല, അത് കഴിഞ്ഞ് കിട്ടുന്ന ജോലി പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു സീറ്റ് അവൈലബിലിറ്റി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ. എന്താ നോക്കുന്നോ? ഫസ്റ്റ് ഡേ തന്നെ സാർ എന്നെ വിളിപ്പിച്ചത് ഞാൻ മെക്കാനിക്കൽ എടുത്തോണ്ടല്ലേ? അതെ. പിന്നെ സാറും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലേ? അതെ. അപ്പൊ പിന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റും ഇല്ലാത്ത എന്തോ ഒന്ന് ഈ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ ഓക്കെ, കീപ് അപ്പ് ദി ആറ്റിറ്റ്യൂഡ്. താങ്ക് യു സർ. പിന്നെ എന്തെങ്കിലും റീതിങ്കിങ് ഉണ്ടായാൽ അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഇല്ല സർ, എഞ്ചിനീയറിംഗിന് 2 സ്ട്രീമാണുള്ളത്, മെക്കാനിക്കൽ ആൻഡ് നോൺ മെക്കാനിക്കൽ. ചിന്നു മെക്കാനിക്കൽ, അത് മതി. അവന്റെ ഒരു കൊഞ്ചലും കുഴയലും നാളെ ഉണ്ടോ മാടേ. ഒരു പെണ്ണ് വന്നങ്ങ് കേറിയപ്പോഴേക്കും ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്താണ് ഇത്രമാത്രം സംസാരിക്കാൻ? നിനക്ക് അറിയണോന്ന് എല്ലാത്തിനോടും കൂടെ പറയാ. ഇനി ഏതെങ്കിലും ഒരുത്തിന് അവനോട് മിണ്ടിയ അവന്റെ കാര്യം ഞാൻ തീർപ്പാക്കും. ഇതേ വർക്കിച്ചന്റെ വാക്കാ, കേട്ടല്ലോ? എക്സ്ക്യൂസ് മീ. ഹായ്,
ഞാൻ ചിന്നു. ഞാൻ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യന്നോ? എന്നാ കടുപ്പാന്നേ പേരിന്? കുട്ടി സോറി, ചിന്നു എന്നെ വർക്കിച്ചെന്ന് വിളിച്ചാൽ മതി. വർക്കിച്ച്, അത് നല്ല പേരാ. ഹായ്, ഇത് ശ്യാമ, ഇത് ശങ്കർ, ഇത് മാടപ്രാവ്. അറിയാലോ, എനിക്കറിയാം. ശ്യാമ, ശ്യാം നല്ല പേര്. ശ്യാം നല്ല പേരാ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ശ്യാമ. ചോദിക്കാൻ പറഞ്ഞില്ല, കുട്ടിയുടെ സ്റ്റേ ഒക്കെ എവിടെയാ? ഞങ്ങൾ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം. ഇല്ല, ഹോസ്റ്റലില്ല. ആകെ ബാഗ് പിടിക്കുന്ന ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നു. അത് ഞാൻ കൂലിനെ ഏൽപ്പിച്ചു. കൂലി? ദാറ്റ്സ് എ ബ്ലഡി നെയിം. ഞാൻ കേട്ടില്ലല്ലോ. ദേ അതാ കൂലി. ഇത് നീ ഒരിക്കലും അവളോട് മിണ്ടായിരിക്കാൻ വേണ്ടി. This is your heat engine slab. All of you should be very careful. Sure, U3, U3, U3 and U3. Okay, you can start the experiments now. ഇങ്ങനെയാ ഈ സൈഡിലേക്ക്. വെകിളി പിടിച്ചവൻ. എന്റെ പൊന്നി സാറേ, ഇവരെ ഈ മെഷീനൊക്കെ ഇവിടെ കേടാക്കുന്നത് വൃത്തികെട്ടാ. ചെവിക്കുടി ജസ്റ്റ് എന്തോ. നീ ഒന്നും പറയണ്ട. എടാ എൽദോ, നീ ചെയ്ത് ഒട്ടും ശരിയായില്ല. ഞാൻ ലാബിലൊരു ഗ്രൂപ്പിലായതുകൊണ്ട് മിണ്ടിയെന്നുള്ളൂ. ഇവിടെ ഒരാളെ പരിചയപ്പെടുന്നു, ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തുന്നു, എന്തൊക്കെയായിരുന്നു അത്. പിന്നെ ഞാൻ സ്ട്രിക്റ്റ് ആണെന്നറിയില്ലേ? ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. കുട്ടി പേടിക്കണ്ടോ? എല്ലാവരും അവളുടെ പുറകെ. പക്ഷെ ഒന്നുണ്ടോ പാലു, നമ്മൾ ഇതുവരെ കണ്ട പോലെ ഒരു പെണ്ണല്ലേ ഇവള്. അതിന് നമ്മൾ വേറെ പെണ്ണുങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. പെണ്ണാണോ വർഗം? അതൊന്നേ ഉള്ളൂ. വൈകാതെ നീയൊക്കെ തിരിച്ചറിയണം. ആരവിടെ സംസാരിക്കുന്നത്? പട്ടി. അവന്റെ ആ താടി മുടി കൊല കണ്ടത് ആളുടെ രൂപമായിട്ട് ഇറങ്ങിയിരിക്കുക. എല്ലാവർക്കും തരാം. എല്ലാം ഒരേ സൈസാ. അല്ലെങ്കിൽ വേണ്ട, നീ അവിടെ ഫ്രണ്ടിലിരിക്കും. ഞാൻ പോയിക്കോളൂ സാർ. നീ അവിടെ ഇരിക്കടാ. ഞാൻ പുറത്തു പോയിക്കോളൂ സാർ. അവിടെ ഇരിക്കാൻ. പെണ്ണാണോ? വേണ്ട, കളിക്കാൻ നിൽക്കുക. I am strict, very very strict. Okay? ഫ്ലോഡ് കളഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് നോക്ക് മാഷേ, കൊള്ളാവോ? നല്ലല്ലേ? ഇത് എന്തുവാ സാറ് പറയുന്നത്? എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയി. തന്നെ എന്താ കുട്ടി ഇവൻ നിന്നെ നീ ഒന്നും പറയണ്ട. ആ കുട്ടി പറയട്ടെ. ആ കുട്ടി പറയൂ. ഒന്നുമില്ല സർ, ഒരു പല്ലി. പല്ലിയോ? അത് കുഴപ്പമില്ല, അതൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ വരും, ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ അല്പം സ്വല്പം സ്ട്രിക്റ്റ് ആണെന്നേ ഉള്ളൂ, പക്ഷെ കുട്ടി പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോ എന്റെ മാഷേ, കണ്ടാ പറയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ചിന്നുന് ഇതുപോലെ വരയ്ക്കാൻ പഠിക്കണം. അതെ, എന്റെ ഫോട്ടോ ഇതിലൊന്ന് വരയ്ക്കൂ പ്ലീസ്. ഇതിൽ വരയ്ക്കോ? എന്നെ നോക്കി വരയ്ക്കേ. ആ വരയ്ക്കും മാഷേ, വേഗാവട്ടെ. So, coming back. കഴുത കുറുകണുണ്ടല്ലേ? ഇതിലും നല്ലത് നീ പുറത്തു പോകുന്നായിരുന്നു. നാണല്ലോ അവിടെ തന്നെ നോക്കിയിരിക്കാൻ. കഷ്ടം. ആ കഴിഞ്ഞല്ലോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഓക്കെ, താങ്ക് യു. ഇനി എന്താ? ആള് ഭയങ്കര കലിപ്പനാണല്ലേ.
ചതിക്കും വഞ്ചനയ്ക്കും ഒരു നിയമമുള്ളൂ. അത് നീയാലും ശരി ഞാനായാലും ശരി. അവളോട് മറ്റൊരുത്തനും മിണ്ടി പോകരുത്, പ്രത്യേകിച്ച് നീ. അല്ല പുല്ലേ, ഇപ്പൊ അവളോട് മിണ്ടാത്ത ഒറ്റൊരുത്തരുള്ളൂ, ഈ ഞാൻ. എടാ ഞാൻ എന്തായാലും ഈ എന്നോടോ ബലു അമ്മുക്ക സർ, എന്താ കുട്ടി? സാറിനൊന്നും മര്യാദയ്ക്ക് പരിചയപ്പെടാൻ പറ്റില്ല. പരിചയപ്പെടാൻ ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. സാർ, എനിക്ക് സാറിനോട് കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞോളൂ. സാറ് അടിക്കോ? ഞാനോ? നോ, ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്, യു നോ. എന്താ സംഭവം? അല്ലാതെ കുപ്പിലല്ല, ഷട്ടിന്റെ ആവും. കുഴപ്പമൊന്നുമില്ല. ഇനിയെങ്കിലും നീയൊക്കെ മനസ്സിലായിക്കോ, തൊലി വെളുപ്പിലോ ലുക്കിലോ അല്ല കാര്യം. മനസ്സിലായോ? മനസ്സിലായോ? എന്നിട്ടാ ഇക്കണ്ട നേരൊക്കെ അവൻ ഫോണും പിടിച്ചിരുന്നു. ബോറടിക്കണില്ലേ? എനിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യ. എങ്ങനെ ഇങ്ങനെ ഇരിക്കണേ? ഞാനേ അവന്മാരെ വിളിക്കാൻ പോവാ. ഹലോ ചിന്നു, ഞാൻ എത്ര നേരം ഇതിനോട് വെയിറ്റ് ചെയ്തിരിക്കണു? ചിന്നു വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ? എന്നോട് മിണ്ടണ്ട. ഈ താടകന്മാരുടെ ഇടയിൽ കൊണ്ട് ഇട്ടിട്ടു ഇനി ഒരിക്കലും ഞാൻ വിളിക്കില്ല. എന്റെ ശ്യാമ, നീ അവളാടെ വിളിച്ചത് ചിന്നു, ഇനി വിളിക്കൂലെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും വിളിക്കില്ല എന്ന് പറഞ്ഞ അങ്ങ് പോവാണോ? ഞാൻ വിളിക്കാൻ പോണായിരുന്നു. ആണോ? എന്നതാ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. എന്നാ പിന്നെ വെച്ചിട്ട് പോവാൻ മേലെ. രാത്രി പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്യാതെ. കളിയാക്കണല്ലേ? എന്നാ ഞാൻ വെക്കട്ടെ. ഓ, അപ്പൊ ഇത്ര ഉള്ളൂ അല്ലേ? ഇവിടെ ഞാനും എന്റെ എലീസക്കുട്ടി മാത്രമേ ഉള്ളൂ. അവിടെ ആരുള്ളത്? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാണ് ഇവിടുത്തെ മെയിൻ. എന്നാ മെയിൻ ചേട്ടൻ ഒന്ന് ടെറസിലേക്ക് വന്നേ. ടെറസിലേക്കാ? ടെറസാ? ഒറ്റ നോട്ടത് പറഞ്ഞ അവളുടെ ക്ലാസ്സിലേക്ക് വന്ന പുതിയ പയ്യന്മാരെ പോലെയായിരുന്നു ഞങ്ങളവൾക്ക്. ഒരാഴ്ച കൊണ്ട് അവളെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കണമെന്ന് വിചാരിച്ച ഞങ്ങളെ ഒരു ദിവസം കൊണ്ട് അവൾ കയ്യിലെടുത്തു, ഞങ്ങൾ പോലും അറിയാതെ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ജന്തുവിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രാവശ്യം പറ്റിയെന്നേ ഉള്ളൂ. അടുത്ത പ്രശ്നം എന്തായാലും സത്യം. ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്യുന്നേ? ഇല്ലല്ല, നിങ്ങളാണെന്നോ? ഞാൻ വരാം. കഴിഞ്ഞോടാ? ഇതിപ്പോ കഴിയുക. പിന്നെ മറ്റേ ഫ്ലെക്സിന്റെ നിന്നെ ഏൽപ്പിച്ചതല്ലേ? അത് ഞാൻ ഒന്ന് ചെയ്യാന്ന് വെച്ചാ. അവളെ കുറിച്ച് ക്യാമ്പസിൽ അല്ലറച്ചില്ല ടോക്കൊക്കെ വരുന്നുണ്ട്. അത് കാര്യാക്കാനൊന്നുമില്ലടാ.
ഈ തൊട്ടും പിടിച്ചുള്ള അവളുടെ നടത്തവും സംസാരവും ഈ പറഞ്ഞു നടക്കുന്നവരെ നാവടപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമല്ലടാ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എനിക്കറിയാലോ അവളെ. നീ അവളോടൊന്ന് സൂചിപ്പിച്ചേക്ക്. അപ്പോൾ ശരി. അവളെ കുറിച്ച് ക്യാമ്പസിൽ അലർച്ചകൾ ടോക്കൊക്കെ വരുന്നുണ്ട്. ഈ തൊട്ടു പിടിച്ചുള്ള അവളുടെ നടത്തവും സംസാരവും ഇവിടെ ഉണ്ടാവുന്നു. ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്തെന്ന് ലാബിലേക്ക് വരായിരുന്നു എന്തോ ചായ? ഞാനും ജബിനെ എങ്ങനെയൊക്കെ ഒപ്പിച്ചു. ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ ഇരിക്കും നിങ്ങൾ, എനിക്കിഷ്ടല്ല. അച്ചായ വന്നേ. നീ പൊക്കോ, ഞാൻ വരാം. എന്താടാ? ഞാൻ വരാം. എടാവേ, നിന്നെ ഇവിടെ എഴുന്നേപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നത്. അപ്പൊ അവൻ ശല്യം. അവൾ കരയുന്നത് കണ്ടപ്പോഴാണ് അവളെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഓരോ ദിവസവും എന്തോ ഭയങ്കരമായിട്ട് ഞാൻ അവളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെയായിരുന്നു. എന്നെപ്പോലുള്ള പിള്ളേരെ സമ്മതിക്കണം. ഇതൊക്കെ പഠിച്ച വല്ല പാസ്സാവും. ഇൻഡെക്സ് പിടിക്കാം. ഡിസ്റ്റർബൻസ്. ഹലോ, എന്താടി? ഹലോ കൂലി, നീ എവിടെയാ? ഞാനോ? ഐ ആം ദ സ്റ്റഡി. നാളെ എക്സാം അല്ലേ, യു നോ. ഞാൻ റെഡി. എന്തിന്? സെക്കൻഡ് ഷോ രാവിലെ പറഞ്ഞതല്ലേ. സെക്കൻഡ് ഷോയാ? അതെല്ലാം നീ വിശ്വസിച്ചോ? എന്തായാലും 10 മിനിറ്റിനകം അവന്മാരും കൂട്ടി പുറത്തേക്ക് വന്നേക്കണം. ഒന്ന് പോയെന്ന്. പിന്നെ നീ എല്ലാം പഠിച്ചിട്ടേ നടക്കൂല. എന്താണ് അവിടെ ശബ്ദം? ഒന്നുമില്ലടാ. ടുമാറോ ഐ ആം ദ ടോപ്പർ. ആരുപാടെ? ചിന്നുവാടാ. നടക്കൂല മോളെ. ചിന്നു നടത്തും മോനെ. നടത്തും പറഞ്ഞ നീ എന്തിനാണ് ഓടണം? നീ എന്തൊക്കെയാണ്? ഒന്നുമില്ല. എനിക്ക് പഠിക്കണോന്ന്. പിന്നെ നീയൊക്കെ പഠിച്ച പാസ് ആവില്ലാന്ന് എന്നേക്കാ നന്നായിട്ട് നിനക്കറിയാലോ. മുനീറെ, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ഓക്കെ. എന്ത് ഇല്ല ഇല്ല ഇല്ല? മനസ്സിലായില്ലേ? മനസ്സിലായ? എന്താടി പറയടി? നീ ആണെങ്കിൽ പറയടി. ഹലോ. അപ്പൊ പേടിയുണ്ട്. അയ്യോ അയ്യോ കട്ട് ചെയ്താ. You owe me $100. $100 രൂപയല്ലേ തരാടി. These guys, man, disgusting. Tom, Tom, Tom. ഒരു മുറി വന്ന് പാർത്തായ ഒരു മുറി. Tom, Tom, Tom. ഫസ്റ്റ് ആവുന്നില്ല, സെക്കൻഡ് ആയാലോ? എന്താണ്? ഞാൻ ഇപ്പൊ ചോദിക്കും. അതൊക്കെ പിന്നെ പറയാം. മുനീറെ വാ. ബാലു ജപ മുനീറെ വാ. നീ ബാക്കി വാടാ.
ഒന്ന് പോടല്ലോ. ഹായ് ഹായ്. എന്താണ് സംഭവം? ഒരു പിടിയിലളിയാ. ഞാൻ ഇവിടെ വന്നേ. എന്താടാ ചിരിക്കണ? ഒന്നുമില്ലട്ടോ. ഒന്നുമില്ലട്ടോ. എന്താ കയ്യില്? കൈ കാണിക്കടാ. ചേട്ടാ ബി ബ്ലോക്ക് സീനിയേഴ്സ് ആണ് കോളേജ് ഗ്രൂപ്പിൽ. സോറി. ആ പ്രൊജക്റ്റിനും വെച്ചു കൊടുക്കുന്നതിനൊക്കെ ചേച്ചിമാരൊന്ന് പുറത്തോട്ട് പോയേ. പറഞ്ഞത് മനസ്സിലായില്ലേ? ചേച്ചിമാരൊന്ന് പുറത്തോട്ട് പോയേ. എന്താണ് നീയൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ പിള്ളേരെ പുറത്തൊക്കെ ഇറങ്ങടാ. കോളേജിന്റെ പേര് കളയാൻ നീയൊക്കെ വേറെ ഒരു ബാച്ചിലെ പിള്ളേർക്കും ഇല്ലാത്ത കേടാണല്ലോ നിനക്കൊക്കെ. വന്നപ്പോ മുതൽ സഹിക്കുന്നതാണ്. നീയൊക്കെ മാറിയെന്നാ ഞാൻ വിചാരിച്ചേ. സർ ഞങ്ങള് നോ മോർ എക്സ്ക്യൂസസ്. എന്നാടാ എന്തു പറ്റി? ഒന്നുമില്ലടി, പിള്ളേര് വെറുതെ. ഒന്നുമില്ല പോയപ്പോ. ഇതൊക്കെ എന്നതാന്നേ? ഒന്നുമില്ല. നീ പറയുന്നത് ഫോൺ എന്താ ശ്യാമ? ഇത് കണ്ടാ നീ ദൗമാരി ചെയ്ത പണിയാ. ഞങ്ങൾ നോക്കിക്കണ അത് കണ്ടിട്ട്. അയ്യോ ഇതാരാടാ ചെയ്തേ? പറയണ ഇതൊക്കെ ആരാ ചെയ്തേ? ആരാണ് മാടിയതൊക്കെ ചെയ്ത? പറ. നീനെ തല്ല് കണ്ടു, പക്ഷെ താൻ ചെയ്ത പോക്കിരിത്തരത്തിനാ. എന്തിനാ അവന്മാര് തല്ലുണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇതുവരെ എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചായിരുന്നു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഒന്നല്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അവരെയൊക്കെ ഡിസ്മിസ് ചെയ്യുന്ന കേട്ടെ. ഇനി മേലെ ഇത്ര പരിപാടിക്ക് ഞങ്ങളെ വിളിച്ചേക്കുന്നു.
കാര്യത്തിലാ. തല്ലാൻ മാത്രമല്ല, തല്ല് കൊടുക്കാനും തല്ല് വാങ്ങാനും ഡിസ്മിസ് മേടിക്കാനും കൂടെ ഉണ്ടാവണം. ഇവിടെ കോന്ത അതിന് പ്രിൻസ് നിങ്ങളെ മാത്രം പിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? വേണ്ട, നീയൊക്കെ ഒരു അക്ഷരം മിണ്ടരുത്. കാണണ്ട. ഞാൻ വീട്ടിലേക്കൊന്നും വിളിക്കുന്നില്ല. എന്തിനാ വെറുതെ? അതിന്റെ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവന്റെ ഒരു ഭാഗ്യം, ആരോടൊന്നും മിണ്ടണ്ടല്ലോ. 14 ദിവസത്തെ സമയം. എന്തിന് ഇന്ന് തന്നെ ഡിസ്മിസ് അടിച്ചു തരായിരുന്നില്ലേ? ഇത് ഇവിടെ തീർന്നടാ. അല്ലെങ്കിലും ഇവിടുന്ന് എഞ്ചിനീയറായി പാസ്സായി പോവാന്നൊന്നും ആരും വിചാരിച്ചിട്ടല്ലോ. ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുക. ബാബാ, ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തേ. എന്തിനാടി വെറുതെ ദേഷ്യം ഒന്നും എന്നോട് തീർക്കല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ച വിഷമാവോ? റെഡി. ഞാൻ ഇന്നലെ തന്ന ഡയറിമിക്ക് തിന്നില്ലെങ്കിൽ താ. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവൾക്ക് വേണ്ടി തല്ലുണ്ടാക്കോ? ഞങ്ങളിവിടെ ഡിസ്മിസിലടിച്ച് നിൽക്കുമ്പോഴാണ് നിനക്കൊരു വിഷമമില്ലടി. നിങ്ങൾ എന്തായാലും തല്ലുണ്ടാക്കി പോവാ. പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ? ചിന്നുനെ വേണ്ടാത്തോരെ ചിന്നുനെ വേണ്ട. മനസ്സിലായ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? അപ്പൊ ഞങ്ങള് പോയാ നീ കൂടെ ഉണ്ടാവില്ലേ? എന്തിന്? എനിക്ക് പഠിക്കണം. എങ്കിൽ നീ തന്നെ പറ എന്ത് ചെയ്യണമെന്ന്. നമുക്കൊരിടം വരെ പോവാം, എന്റെ സ്വർഗത്തിലേക്ക്. ഇതാണോ നീ പറഞ്ഞ സ്ഥലം? അതൊക്കെ പറയാം. വാ. ഇതാണുള്ള സ്വർഗം. എല്ലാരും ഉണ്ടല്ലോ. മുനീറല്ലേ? ബാലു, എൽദോ, സാം, ശരിയല്ലേ? എല്ലാരും വാ. എന്താണ് അവരെ വിളിച്ചോണ്ട് അവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക്. വാ. ഞങ്ങൾക്കൊരേ പ്രായ. ചെറുപ്പത്തിലെ എല്ലാ കുറുമ്പും ഒപ്പിച്ച് എവിടെയും പോയി പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരിക്കും. ഇവിടുത്തെ കൂട്ടിലെ പ്രാവിനെ ആരും കാണാതെ വന്ന് തുറന്നു വിടും. കൂട്ടിലിട്ടാ പിന്നെ അവക്ക് സഹിക്കില്ല. അവൾ എന്ത് ചെയ്താലും അത് നല്ലതാണെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം. അത് ഡാൻസ് ആയാലും പാട്ടായാലും എന്തായാലും, അല്ലെങ്കിൽ തീർന്നു കാര്യം. അവളുടേതായ ലോകത്തിലേക്ക് അത്ര പെട്ടെന്ന് കടന്നു വരാൻ അവൾ ആരെയും അനുവദിക്കില്ല. ഇത്രയും കാലം ഞങ്ങൾ മാത്രമായിരുന്നു, ഇപ്പോ നിങ്ങൾ. എങ്ങനെയുണ്ട്? കൂടുതൽ സെന്റിമെന്റ്സ് വേണ്ട കേട്ടോ. അല്ലേലും ഇപ്പൊ എന്തിനാണ് സെന്റി? അപ്പൊ പോവാ അല്ലേ? 3-ാം വയസ്സിലാ ചിന്നുന് ത്രേസ്യാമ്മ കിട്ടുന്നേ. അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്നുന് എല്ലാം ഇവരായിരുന്നു. ഇതാണ് എൻ്റെ ലോകം. പക്ഷെ ഇപ്പോ എൻ്റെ ത്രേസ്യാമ്മയെക്കാളും എൻ്റെ ഡിയർ സിസ്റ്റേഴ്സിനേക്കാളും എനിക്കെല്ലാം നിങ്ങളാ. എന്നിട്ട് പോവാണിത്ര. ഡിസ്മിസിൽ വാങ്ങി പൊക്കും, എങ്ങോടാന്ന് വെച്ചാ പൊക്കും. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടല്ലോ, അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്. എനിക്കെല്ലാം നിങ്ങളല്ലേ. എന്നിട്ട് എല്ലാവരും എന്നെ വിട്ട് പോവല്ലേ? പൊക്കും. പക്ഷെ എനിക്ക് ആരില്ല നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. എനിക്കുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരാള്. ഇത് കള്ള
ഇഷ്ടമല്ല ബാലു. സത്യം ഞാൻ ഈ പറയണേ. ആദ്യമൊക്കെ എനിക്ക് വെറുപ്പായിരുന്നു. പക്ഷെ വെറുക്കും തോറും അവൻ എന്നെ കൂടുതൽ സ്നേഹിക്കുക. ഇനി ഞാനും അവനെ തിരിച്ച് സ്നേഹിക്കാൻ പോവാ. നിങ്ങൾ പോവല്ലേ? അതുകൊണ്ട് ഇനി അവൻ വിളിച്ച ഞാനും പോവും.